വിശുദ്ധവാരം ബുധൻ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി. ഞാൻ എൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി. കർത്താവേ, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിച്ചു തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരോ, അത് ഞാനാണോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. 30 വെള്ളി നാണയങ്ങൾ, അതായിരുന്നു പുരോഹിതന്മാർ യേശുവിന് നിശ്ചയിച്ച വില. 3 വർഷം ശിഷ്യനായി കൂടെ നടന്ന യൂദാസും അത്രമാത്രം വിലയെ കർത്താവിന് നൽകിയിരുന്നുള്ളൂ. എന്നാൽ 2 ദിവസം മുമ്പുള്ള സുവിശേഷത്തിൽ നാം കണ്ട മറിയം കർത്താവിന് നൽകിയ വില എന്നത് 300 ദനാറയുടെ സുഗന്ധ തൈലം ആയിരുന്നു, അതും കാൽപാദം കഴുകുവാൻ. അതൊരു മനുഷ്യൻ്റെ 1 വർഷത്തെ കൂലിക്ക് തുല്യമായിരുന്നു. അത് കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ അളവില്ലാത്ത വിലയായിരുന്നു. എന്നാൽ 30 വെള്ളിക്കാശ് എന്നത് ഒരിടയൻ്റെ തുച്ഛമായ കൂലിയായിരുന്നുവെന്ന് സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 30 ശെക്കൽ വെള്ളി എന്നത് ഒരടിമയുടെ വിലയായിരുന്നുവെന്നും നാം കാണുന്നു. തൻ്റെ ഗുരുവായ യേശുവിന് യൂദാസ് അത്രമാത്രം വിലയെ നൽകിയിരുന്നുള്ളൂ. ഇന്നത്തെ സുവിശേഷം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നാം എന്തുമാത്രം വിലയാണ് നമ്മുടെ രക്ഷകനായ കർത്താവ് ഈശോ മിശിഹായ്ക്ക് നൽകുന്നത്? 30 അതോ 300? സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.